മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശിക്കാണെങ്കിൽ യാതൊരു പേടിയില്ല. മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് ചരട് ജപിച്ച് കയ്യിൽ കെട്ടിയതിന് ശേഷം ഒരു ആത്മാവും തങ്ങളുടെ അടുത്ത് അടുക്കില്ലെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് മുത്തശ്ശി. എന്നാൽ പ്രതാപന് ഉണ്ണിയും കൂടെ ആത്മാവിനെ കണ്ട് പേടിച്ചു എന്ന് കേട്ടപ്പം മുതൽ എന്തെന്നില്ലാത്ത ഒരു പേടിയും ഭയമൊക്കെ വരുന്നു. കാരണം ഒരാളും രണ്ടാളും അല്ല ഇപ്പം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടിരിക്കുന്നത്, പലരും പല സാഹചര്യത്തിലാണ് കണ്ടിരിക്കുന്നത്. ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടത് കമലേശ്വരം തറവാട്ടിൽ വെച്ചാണ്. മേഘനും ഉണ്ണിയും പുറത്ത് റോഡിൽ വെച്ചാണ് കണ്ടിരിക്കുന്നത്. ഫുൾ ടാങ്ക് എണ്ണ അടിച്ച വണ്ടി പകുതി ദൂരം എത്തിയപ്പോഴത്തേക്കും സ്റ്റക്കായി. ആ വണ്ടിയിലെ എണ്ണ എവിടെ പോയി? ഉറപ്പായിട്ടും മഹാലക്ഷ്മി അത് തീർത്തതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ മാർക്കോ ആ എണ്ണ ഊറ്റിക്കളഞ്ഞതാണെന്നുള്ള കാര്യമൊന്നും പ്രതാപനും മുത്തശ്ശിക്കൊന്നും അറിയത്തില്ലല്ലോ. അതൊക്കെ കൊണ്ട് പ്രതാപന് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ ഒരു പേടിയില്ലെന്ന് തന്നെ പറയാം. അതേ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ തൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം അമ്മയോടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് പോയെങ്കിലും നേരെ ചോന് മിണ്ടേ പോലും ചെയ്യാൻ പറ്റാതെ തിരിച്ച് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നുവല്ലോ. അപ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മയോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് പോയിട്ട് ഒന്നിനും സാധിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അതിന് പറ്റിയില്ലെങ്കിലും മറ്റൊരു സംഭവം ഉണ്ടായടാ. നിൻ്റെ അനിയനുണ്ടല്ലോ ഉണ്ണി എന്ന് പറയുന്നവൻ, അവനിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് കണ്ണൻ ചോദിക്കുമ്പം അനന്തു നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. വണ്ടിയിലെ എണ്ണ ഇതുപോലെ തീർത്തിരുന്നു, പകുതി സ്ഥലം ആയപ്പോഴത്തേക്കും വണ്ടി സ്റ്റക്കായി, ഉണ്ണിയെ മഹാലക്ഷ്മി പേടിപ്പിച്ചു, ഓട്ടം വെച്ച് ഓടി, അവനെ പൊടി പോലും കാണാനില്ലായിരുന്നു എന്ന കാര്യമൊക്കെ കേട്ടിട്ട് കണ്ണന് ഭയങ്കര സന്തോഷമാകുന്നു. ആ സമയത്ത് പ്രതാപനും മുത്തശ്ശിയും ഉറങ്ങിയോന്നറിയാൻ വേണ്ടിയിട്ട് മാർക്കോ നോക്കാനായിട്ട് റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതായത് അവർ രണ്ടാളും ഉറക്കത്തിൽ ഭയങ്കര കൂർക്കം വലിക്കുന്ന ആളുകളായതുകൊണ്ട് കൂർക്കം വലിയുടെ ഒച്ച കേട്ട് ഉറങ്ങിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നു. മഹാലക്ഷ്മി ആണെങ്കിൽ ഒരുങ്ങി മരിച്ച സമയത്ത് ഏത് സാരിയാണ് ഉടുത്തിരുന്നത് അതേ സാരിയൊക്കെ ഉടുത്ത് കണ്ണിൽ കരിയൊക്കെ തേച്ച് ഒരു പ്രേതാത്മാവിനെ പോലെ റെഡിയായി നിൽക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത റൂമിൻ്റെ വാതിൽ തുറക്കുന്നു. പെട്ടെന്നൊരു അലർച്ചയോട് ഒരു രൂപം അകത്തേക്ക് കയറി വരുന്നു, മുഖം മൂടിയൊക്കെ അണിഞ്ഞ്. അത് കണ്ട് കണ്ണനും മഹാലക്ഷ്മി ആകെ അങ്ങ് പേടിക്കുന്നു. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഇത് ഞാനാ. അനന്ത് പറയുന്നു, ഈ രൂപത്തിൽ മാർക്കോയെ കണ്ട മഹി ഒന്ന് പേടിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നു നോക്കിയതാ. അവർക്കിട്ടൊരു പണി കൊടുക്കണ്ടേ, വാ എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് മാർക്കോ മഹാലക്ഷ്മിയും കൂട്ടി പോകുന്നു. അതേസമയം അനന്തു കണ്ണന് കൂട്ടിരിക്കുന്നുണ്ട്. അന്നേരം കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട്, ഇപ്പം മഹാലക്ഷ്മി പണ്ടത്തെ പോലെയല്ല, മുമ്പ് എന്ത് ചെയ്യണമെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, ഇപ്പം ഒരു മടിയും കൂടാതെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നു. അന്നേരം അനന്തു പറയുന്നുണ്ട്, അത്രയ്ക്കല്ലേ സ്വന്തം സഹോദരിയും കുടുംബക്കാരും മൊത്തം അവളുടെ മരണം ആഘോഷിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തത്, അതിൻ്റെ മാറ്റം അവളിലുണ്ടായതായിരിക്കും എന്നൊക്കെ പറയുന്നു. അതേസമയമാണെങ്കിൽ പ്രതാപന് കടന്നിട്ട് ഉറക്കം വരുന്നില്ല. നിസാരമായ സൗണ്ട് പോലും മഹാലക്ഷ്മിയുടെ ആത്മാവാണോ എന്ന് ഭയക്കുന്നു. ഉണ്ണിയും ദുർഗയും മേഘനും എല്ലാം കണ്ടതിന് ശേഷം മഹാലക്ഷ്മിയുടെ ആത്മാവ് ഇനി എന്തായാലും തങ്ങളെയായിരിക്കും ശല്യം ചെയ്യാൻ വരുന്നതെന്നുള്ളൊരു ഉറപ്പ് പ്രതാപനുണ്ടെന്ന മുത്തശ്ശിക്കാണെങ്കിൽ മന്ത്രവാദിയുടെ ചരട് ജപിച്ച് കെട്ടിയതിനു ശേഷം പേടിയേ ഇല്ല. അവർ വിചാരിക്കുന്നുണ്ട് നാളെ എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് മന്ത്രവാദിയെ വരുത്തി പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യണം, എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളച്ചേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ച് കിടക്കുന്ന അതേ സമയത്താണ് നമ്മുടെ മാർക്കോയും മഹാലക്ഷ്മിയും അവർക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് വരുന്നത്. ഡോറിൽ അങ്ങ് ഭയങ്കരമായിട്ട് തട്ടുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി പറയുന്നു, അത് പൂച്ചയെങ്ങാണാകും, നീ കിടക്ക്, മനുഷ്യൻ ഉറക്കം വന്നിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോയി കിടക്കുന്നു. അതേസമയം പ്രതാപൻ ജനലിൽ നോക്കുമ്പോഴാണെങ്കിൽ രണ്ട് കൈ മേലോട്ട് ഇഴഞ്ഞു കയറുന്നത് പോലെ കാണുന്നു. അത് കണ്ട് പ്രതാപൻ ആകെ പേടിച്ച് മുത്തശ്ശി വിളിച്ചൊന്ന് കാണിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ആ കൈ കാണുന്നില്ല. അതും കൂടി ആയപ്പം മുത്തശ്ശി പ്രതാപന് കണക്കിന് കൊടുക്കുന്നു, മരിച്ചുപോയ നിൻ്റെ അച്ഛനാണോ പുറത്ത് വന്നിരിക്കുന്നത്? ഭയങ്കര ധൈര്യശാലിയായ നിനക്ക് എൻ്റെ അത്രയും ധൈര്യം പോലും ഇല്ലല്ലോ. എന്താ അമ്മയെ പറയുന്നത്? ആരെങ്കിലും ആത്മാവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ ചെന്ന് നിൽക്കുമോ? എന്തായാലും മഹാലക്ഷ്മിയുടെ ആത്മാവ് ഇവിടെ എവിടെയോ ചുറ്റിക്കറങ്ങുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ഡോറ് ഭയങ്കരമായിട്ട് തട്ടുന്നു. എന്തായാലും നമുക്കൊന്ന് പുറത്തു പോയി നോക്കാടാ പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഡോറ് തുറക്കാൻ പോകുന്ന സമയത്ത് പ്രതാപം പറയുന്നത്, വേണ്ട അമ്മേ വേണ്ട, ഇനി മഹാലക്ഷ്മിയുടെ ആത്മാവും കാണാണെങ്കിൽ നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് അകത്ത് കയറിയാലോ? നീ ഇങ്ങനെ പേടിക്കാതെടാ പ്രതാപ, നമ്മുടെ കയ്യിൽ ചിരടല്ലി കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ അടുക്കത്തേ ഇല്ല. നിനക്ക് പേടിയാണെങ്കിൽ നീ വരണ്ട, ഞാൻ പോയി ഡോറ് തുറക്കുവാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഡോറ് തുറക്കുന്നതും മാർക്കോയുടെ ആ രൂപം വന്ന് പെട്ടെന്ന് മുമ്പിൽ നിൽക്കുന്നു. അത് കണ്ട് അലറി വിളിച്ച് ഓടുന്നു മുത്തശ്ശി. അത് കണ്ട് പ്രതാപനും പേടിച്ച് വാ വിട്ട് നിലവിളിക്കുന്നു. എന്നാൽ
തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലുള്ള ജോലിക്കാർക്കും വൈദ്യർക്കും ഇവരുടെ ഈ നാടകത്തെക്കുറിച്ച് നന്നായിട്ട് ബോധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരുടെ കരച്ചിലോ നിലവിളിയോ ഒന്നും കേട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവർക്കും കണ്ണനെയും മഹാലക്ഷ്മിയും വ്യക്തമായിട്ട് അറിയാം. അവരെ എന്തുമാത്രം ഇവർ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അവരും ഈ നാടകത്തിന് കൂട്ടുനിൽക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പ്രതാപനെയും മുത്തശ്ശിയും പേടിപ്പിച്ചതിന് ശേഷം മാർക്കോയുടെ രൂപം അങ്ങ് മാറുന്നു. എന്നാൽ പേടി കുറഞ്ഞ് സമാധാനപ്പെട്ട് നിൽക്കുന്ന അവരുടെ മുമ്പിലേക്ക് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടതും അവരുടെ ഉള്ള ജീവനും പോകുന്നു. പെട്ടെന്നാണെങ്കിൽ മുത്തശ്ശി തല ഇറങ്ങി വീഴുന്നു. മുത്തശ്ശി വീണതോടെ പ്രതാപന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ഇവിടുന്ന് ഇറങ്ങി ഓടാനും വയ്യ. തനിക്കും അതിനേക്കായും പേടിയാകുന്നു. മഹാലക്ഷ്മിയുടെ ആത്മാവ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി. മുത്തശ്ശിയും ബോധം കെട്ട് കിടക്കുന്നു. മഹാലക്ഷ്മിയുടെ മുമ്പിൽ തൊഴുകൈയോടെ പ്രതാപൻ പറയുന്നു, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ആരുമല്ല നിന്നെ കൊന്നത്, ഒന്നും ചെയ്യല്ലേ, വെറുതെ വിട്ടേക്കണേ എന്നൊക്കെ പറഞ്ഞ് തൊഴുതു നിൽക്കുന്നു. അങ്ങനെ അവരെ നന്നായിട്ട് പേടിപ്പിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ രൂപം അവിടുന്ന് മറഞ്ഞു പോകുന്നു. അതിനുശേഷമാണെങ്കിൽ പ്രതാപൻ മുത്തശ്ശിയെ വെള്ളം തളിച്ച് ഉണർത്തുന്നു. എന്നിട്ട് പറയുന്നു, വാ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകണം. എന്താ പ്രതാപ നീ പറയുന്നത്? ഈ രാത്രി നമ്മൾ പുറത്തേക്ക് പോകുന്നത് അതിനേക്കായും മണ്ടത്തരാ. നമ്മുടെ പിന്നാലെ അവളും കാണും. ഇവിടെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വേറെ കാണത്തില്ല ഈ സഹായത്തിന്. ആര് കാണാനമ്മേ? ഇപ്പം തന്നെ നമ്മൾ പേടിച്ച് നിലവിളിച്ചിട്ടും ഒറ്റ ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. എന്തൊക്കെയായാലും നമുക്ക് നാളെ തന്നെ പോകാം. നമുക്ക് ആ മന്ത്രവാദിയും കൂട്ടി വീട്ടിലേക്ക് പോയി കർമ്മങ്ങൾ ചെയ്തിട്ടേ ഇനി ബാക്കി കാര്യങ്ങളുള്ളൂ എന്നൊക്കെ പറയുന്നു. അതേസമയമാണെങ്കിൽ കരുണയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പ്രതാപൻ വിളിച്ച് വാമനെ അറിയിക്കുന്നുണ്ട്. കാരണം കരുണമോളോട് പറയാൻ പറ്റത്തില്ലല്ലോ, അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ടെൻഷൻ അടിക്കുമെന്ന് പേടിച്ചിട്ട്. വാമനെയും ഉണ്ണിയെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു. തങ്ങളെയും മഹാലക്ഷ്മിയുടെ ആത്മാവ് പേടിപ്പിക്കാൻ വന്നിരുന്നു, ഞങ്ങളെ കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, കൊല്ലാക്കൊല ചെയ്തു എന്നൊക്കെ പറയുന്നതായി കാണിക്കുമ്പോൾ എല്ലാം കണ്ട് സന്തോഷമടക്കാനാകാതെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജു അറിയുന്നുണ്ട് പ്രതാപനെയും മുത്തശ്ശിയെ ഇതുപോലെ മഹാലക്ഷ്മിയുടെ ആത്മാവ് ഭയപ്പെടുത്തിയെന്ന്. മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരുപാട് മഹാലക്ഷ്മിയെ അവരെല്ലാം ചേർന്ന് കഷ്ടപ്പെടുത്തിയതല്ലേ, അതിനുള്ള കൂലി ഇങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. മഹിയെ കൊന്ന് സന്തോഷം കണ്ടെത്താൻ തുനിഞ്ഞ എല്ലാവർക്കും സങ്കടമൊന്നും മാത്രമല്ല, സമാധാനം നഷ്ടപ്പെട്ട ദിവസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ പുകഞ്ഞോടുന്നുണ്ട് എല്ലാവരും. അപ്പോൾ കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.